കളരിപ്പയറ്റ് മത്സരവിനമാക്കുക എന്ന് പറയുന്നത്, അതായത് കേരളത്തിലെ കളരിപ്പയറ്റ് പ്രേമികൾക്ക് ഏറ്റവും നല്ല ഒരു സന്തോഷമുള്ളൊരു വാർത്തയാണ്. സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ നിലവിൽ വന്ന് ഞങ്ങളുടെ പ്രസിഡന്റായിരുന്നു വി ശിവൻകുട്ടി സാർ. അദ്ദേഹം ഒരുപാട് ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കളരിപ്പയറ്റ് സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഗെയിമുകളിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് കളരിപ്പയറ്റിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. കേരളത്തിൻ്റെ തനത് ആയോധന കലയ്ക്ക് അതിൻ്റെ പ്രാധാന്യം സർക്കാർ കൊടുക്കുന്നില്ലെന്ന് എന്നുള്ളതിലാണ് നമുക്കുള്ള ഒരു വിഷമം. ഒത്തിരി കളരിപ്പയറ്റ് പഠിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അത് കേരളത്തിൻ്റെ ആയോധന കലയ്ക്ക് ആരും ഒരു ഊന്നൽ കൊടുക്കുന്നില്ല. മറ്റു രാജ്യങ്ങളൊക്കെ അവരുടെ മാർഷൽ ആർട്ടിന് ഒരു ഊന്നൽ കൊടുത്താണ് അവർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഗെയിംസിൻ്റെ 22 മെഡലുകൾ വാങ്ങി കേരളം നല്ലൊരു കേരളത്തിന് സംഭാവന ചെയ്ത ഒരു വിഭാഗമാണ് കളരിപ്പയറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് കളരിപ്പയറ്റ് ഇങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കും. പല മേഖലയിലും കളരിപ്പയറ്റിനെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ട്? കളരിപ്പയറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഒരുപാട് സംഘടനകളുടെ നല്ല രീതിയിലല്ലാത്ത പ്രവർത്തനങ്ങൾ. ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ഗവൺമെന്റോ അല്ലാതെ മറ്റൊരു തീരുമാനിക്കുന്നില്ല. സ്കൂൾ ലെവലിൽ വരുമ്പോൾ എല്ലാവർക്കും തുല്യ ഒരു ഇത് കിട്ടും. സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് സ്കൂൾ ലെവലിൽ ഇതുപോലെ ഈ കളരിപ്പയറ്റ് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും, അർഹതപ്പെട്ട കുട്ടികൾക്കും മത്സരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ മത്സരത്തിന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മത്സരത്തിനുള്ള എല്ലാ സാധനങ്ങളും കളരിപ്പയറ്റിലുണ്ട്. അവർക്ക് മാർഗം നിശ്ചയിക്കുകയും ചെയ്യാം. സ്പോർട്സ് പോലെ തന്നെ നമുക്ക് കളരിപ്പയറ്റിനെ കാണാം. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. കുറച്ചാളുകൾ അവരുടെ സൗകര്യാർത്ഥം, അവരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ആണ് ഇപ്പം കളരിപ്പയറ്റ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആരെയും കുറ്റം പറയുകയില്ല. സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ശിവൻകുട്ടി സാർ ഇപ്പോൾ ഇടപെട്ടിട്ട് സ്കൂൾ ലെവലിലാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യാതിരിക്കാൻ പറ്റിയല്ല. കേരളത്തിലെ കളരിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് ഒത്തിരി നല്ല ഒരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു പുതു തലമുറ ഈ ഒരു കളരിപ്പയറ്റ് മേഖലയിലേക്ക് വരുന്നത് കുറവാണോ അത് കൂടുതലായിട്ട് സാറിന്? ഒരുപാട് കളരിപ്പയറ്റ് മേഖലയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. കളരിപ്പയറ്റിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർ തിരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോലും നമുക്ക് അതിന് പ്രയോജനമില്ല. സ്കൂൾ ലെവലിൽ നമ്മൾ മത്സരിക്കാൻ കുട്ടികൾ പൈസയൊക്കെ മുടക്കി വരുന്നുണ്ട്. പക്ഷേ മത്സരത്തിന് കുറച്ച് പേർക്ക് അംഗീകാരമുള്ളൂ, കുറച്ച് പേർക്ക് അംഗീകാരം ഇല്ലാതെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ആണ് അതിനകത്ത് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ പേരിൽ കളരിപ്പയറ്റ് ഗെയിംസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് കേരളത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ വളരെ കുറച്ചാളുകൾ പങ്കെടുത്ത് 22 മെഡലുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ കളരിപ്പയറ്റിന് നല്ല രീതിയിൽ സ്കൂൾ ലെവലിൽ ഒരു മത്സരം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കേരളം നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത പോലെ കളരിപ്പയറ്റ് എന്ന ഈ കലയുടെ ഇതിൽ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു.